ഇവിടെ എ ബി ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. അതിന്റെ ഡിജിറ്റ് നമുക്ക് റിവേഴ്സ് ചെയ്ത നമ്പറുമായിട്ടുള്ള ഡിഫറൻസ് എടുത്താൽ അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്കറിയാവുന്ന കേസ് ഒരു 2 ഡിജിറ്റ് നമ്പറും അതിന്റെ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഓൾവേസ് 9 ടൈംസ് ദി ഡിഫറൻസ് ഓഫ് ദെയർ ഡിജിറ്റ് ആണ്. സോ നമുക്കത് 9 ടൈംസ് ഡിജിറ്റിന്റെ ഡിഫറൻസ് എന്ന് എഴുതാം. സോ 9 എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി 3 സ്ക്വയർ ആണ്. സോ 3 സ്ക്വയർ ഇൻടു എ നമ്പർ അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവണമെങ്കിൽ എ മൈനസ് ബി അല്ലെങ്കിൽ ആ ഡിജിറ്റിന്റെ ഡിഫറൻസ് എന്തായിരിക്കണം? 3 വരണം. എങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് 27 എന്ന് കിട്ടും. സോ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട നമ്പേഴ്സിന്റെ കേസിൽ ഡിജിറ്റിന്റെ ഡിഫറൻസ് 3 വരണം. സോ നമുക്ക് അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കാം. 30 എടുക്കുകയാണെങ്കിൽ ഡിജിറ്റിന്റെ ഡിഫറൻസ് 3 ആണ്. എഗെയിൻ 41ഉം 14ഉം ഈ രണ്ട് കേസസിലും 3 ആണ് വരുന്നത്. അതുപോലെ 52, 25, 63, 36, again 74, 47, then 85, 58, then last 96 and 69. സോ ഈ എല്ലാ കേസസിലും നമുക്ക് ഡിജിറ്റിന്റെ ഡിഫറൻസ് 3 ആണ് വരുന്നത്. സോ നമുക്ക് ടോട്ടൽ 13 പോസിബിലിറ്റീസ് ആണുള്ളത്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ.